ബിദ്അത്തുൻ, അത് ബിദ്അത്ത് തന്നെയാണ്, അത് ബിദ്അത്ത് തന്നെയാണ് എന്നാണ് പറയുന്നത്. നോക്കണം, സുനനു ഇബ്നു മാജയിൽ അത് മിഷ്കാത്തിലുണ്ട് ട്ടോ. അൻ അബി മാലിക്കിൽ അസ്ജഈ സഅദ് ബിൻ താരിഖ് ഖുൽതു ലി അബി യാ അബത്തി ബാപ്പ ഇന്നക ഖദ് സല്ലൈത ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി ഹാ ഹുനാ ബിൽ കൂഫത്തി നഹ്വം മിൻ 5 സിനീൻ. ഇതാ 3 ഖലീഫമാരുടെയും നബിയുടെയും 4ാം ഖലീഫ അലിയുടെ പിറകിൽ കൂഫായിൽ വെച്ച് ഇവിടെ 5 കൊല്ലവും നിങ്ങൾ നിസ്കരിച്ചല്ലോ. ഫകാനു യകുനുതൂന ഫിൽ ഫജ്രി, അവരാരെങ്കിലും സുബഹി ഖുനൂത്ത് ഓതിയിരുന്നോ? ഖാല ഐ ബുനയ്യ മുഹദസുൻ, ഇല്ല മോനെ, അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് മാത്രമായി ഒരു ദിവസം പോലും കുനൂത്ത് ഓതിയിട്ടില്ല എന്നതാണ്. കുനൂത്ത് ഓതിയിരുന്നത് ഇന്ന കാരണത്താലായിരുന്നു. ആ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ. കനത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹറൻ ബഅദ റുകൂഇ, റുകൂഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് ഓതി. എങ്ങനെ? യദ്ഉ അലാ റിഇലിൻ വദിക്വാന, 2 ഗോത്രങ്ങൾക്കെതിരായി, വ ഉസയ്യത്ത, ഉസയ്യ ഗോത്രത്തിനെതിരായി, അസത്തില്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ച ഗോത്രങ്ങൾക്കെതിരായി. വേറെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം എന്താ ഓതിയിരുന്നത്, എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അൻജിൽ വലീദ ബിനൽ വലീദ് വസലമത ബിൻ ഹിശാം വ അയ്യാശ ബിൻ അബി റബീഅ വൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ. അല്ലാഹുവേ, ഇതാ വലീദ് ബിൻ വലീദിനെയും സലമത്ത് ബിൻ ഹിശാമിനെയും അയ്യാശ് ബിൻ അബി റബീഅയെയും നീ രക്ഷിക്കണമേ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ വിഷമിക്കുന്ന വേദനിക്കുന്ന ആളുകളെ നീ രക്ഷിക്കണമേ. അല്ലാഹുവേ, മുളർ ഗോത്രത്തിനെതിരെ നീ നിന്റെ ശക്തി പ്രയോഗിക്കണമേ. വജഅൽഹാ അലൈഹിം കസിനി യൂസുഫ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ക്ഷാമം പോലെ നീ അവർക്ക് നൽകണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അതുകൊണ്ടാണ് എന്തുണ്ടായത്? ആയത്തിറങ്ങി. എന്താ ആയത്തിറങ്ങിയത്? ലൈസ ലക മിനൽ അംരി ശൈഅ്, നിനക്ക് യാതൊരു അധികാരവുമില്ല. അള്ളാഹു അവരെ ശിക്ഷിക്കുകയോ നശിപ്പിക്കുകയോ അവർക്ക് പുറത്തു കൊടുക്കുകയോ ചെയ്തേക്കും. അതുകൊണ്ട് ഈ ആയത്തിറങ്ങിയപ്പോൾ കുനൂത്ത് നിർത്തി. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും എതിരായി പ്രാർത്ഥിക്കാനോ ശപിക്കാനോ റസൂലിന് അധികാരമില്ല എന്ന് ആയത്തിറങ്ങി, ഖുർആനിലെ ആയത്തിറങ്ങി. അപ്പോഴാണ് കുനൂത്ത് നിർത്തിവെച്ചത്. പിന്നെ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്ത് എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താന്ന് ആർക്കാന്നറിയോ? അഖൂലുഹുന്ന ഫീ ഖുനൂത്തിൽ വിത്രി, വിത്റിലെ കുനൂത്താണ്, വിത്റിൽ ചെല്ലേണ്ട കുനൂത്താണ് ഇത്. സുബഹിക്കുള്ള കുനൂത്ത് എന്നല്ല. സുബഹിക്കൊരു കുനൂത്തില്ല, സുബഹിക്കൊരു കുനൂത്തില്ല. റസൂലുള്ള ഓതിയിരുന്ന കുനൂത്ത് ഇതാണ്: അല്ലാഹുവേ, ഇന്ന ആളുകളെ നീ രക്ഷിക്കണമേ, ഇന്ന ആളുകളെ നീ ശിക്ഷിക്കണമേ എന്ന്. അതാണ്. അപ്പോ റസൂലുള്ള സുബഹിക്ക് മാത്രമായി കുനൂത്ത് ഓതിയിട്ടില്ല, മുജാഹിദുകളും ഓതുന്നില്ല. ലോകത്തെമ്പാടുമുള്ള ഒരൊറ്റ ഹനഫി സുന്നിയും സുബഹിക്ക് കുനൂത്ത് ഓതുന്നില്ല, 5 നേരവും കുനൂത്ത് ഓതുന്നില്ല ഫർദിൽ. ഏതാ ശരി? നിങ്ങൾ ചിന്തിക്കണം.